ഹലോ വെൽക്കം ടു ഷാലോസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് ഹോട്ട് ഡോഗാണ്. അപ്പോൾ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് 1 കപ്പ് സോസേജാണ്. അപ്പോൾ സോസേജ് നന്നായി വാഷ് ചെയ്തിട്ട് വേണം സോസേജ് യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് സ്വീറ്റ് കോണാണ്. ഇനി നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് ക്യാപ്സിക്കാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് തക്കാളി. അപ്പോൾ തക്കാളി ഞാൻ ഒരുപാട് പഴുക്കാത്ത കുറച്ച് പഴുത്ത തക്കാളി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടിയത് 1/2 കപ്പ് സവോളയും കൂടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയത്. ഇനി നമുക്ക് വേണ്ടിയത് ഹോട്ട് ഡോഗ് ബ്രെഡാണ്, സമ്മൂൺ എന്നൊക്കെ നമുക്കിത് പറയാം. അപ്പോൾ ഇതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സമ്മൂണാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 സോസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മസ്റ്റാർഡ് സോസാണ്, അപ്പോൾ 1 ടേബിൾ മസ്റ്റാർഡ് സോസ് എടുത്തിട്ടുള്ളത്, അത് ഓപ്ഷണലാണ്. പക്ഷേ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇറ്റാലിയൻ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് എടുക്കാം. അപ്പോൾ പിസ്സ സോസ് അവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് സോസേജ് ഒന്ന് ഫ്രൈ ചെയ്യാം. 1 ടേബിൾ സ്പൂണ് എന്താ പറയുക മുളക് പൊടിയോ അതേപോലെ ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വെജിറ്റബിൾസും നല്ല നൈസായിട്ട് നുറുക്കിയിട്ട് വേണം നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആണ്. അപ്പോൾ സ്വീറ്റ് കോണും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തക്കാളി ഒരുപാട് പഴുത്തെടുക്കരുത്, കുറച്ച് കടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ തക്കാളി എടുക്കാൻ. എന്നിട്ട് നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് നേരത്തെ പറഞ്ഞ പോലെ പിസ്സ സോസോ അല്ലെങ്കിൽ ഇറ്റാലിയൻ സോസോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പിസ്സ സോസ് അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിസ്സ സോസിൻ്റെ അളവ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫില്ലിങ്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ആവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പിൻ്റെ അളവ് അത് കറക്റ്റ് ആയിരിക്കണം ഇടുമ്പോൾ. ഇനി ഇത്തിരി എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക്, അതിപ്പോൾ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ വൈറ്റ് പെപ്പർ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല എരിവ് ഉണ്ടാവും. ഇനി നമ്മൾ സമ്മൂൺ എന്ത് ചെയ്യുക, ഇതുപോലെ എടുത്തിട്ട് നമുക്കിതിൻ്റെ തൊട്ട് ഇതേപോലെ പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എന്നിട്ട് നന്നായി ആഴത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഇതിലോട്ട് വേണം നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്യാൻ. അപ്പോൾ നല്ലോണം ഫില്ലിങ്സ് ഉണ്ടാവട്ടെ കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് പനീർ ഇതേപോലെ നന്നായി ബോയിൽ ചെയ്തിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പനീറും കൂടി ആഡ് ചെയ്യാം കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് എന്ത് ചെയ്യണം, 10 മിനിറ്റെങ്കിലും ബേക്ക് ചെയ്യാനെടുക്കണം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സോസേജ് ഹോട്ട് ഡോഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മസ്റ്റാർഡ് സോസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, മസ്റ്റാർഡ് സോസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിൾ റെസിപ്പിയാണ്, ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കിയാൽ മതി. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ അഭിപ്രായം പറയാനും മറക്കരുതേ.